ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം, നീണ്ട ഇടവേള എന്ന് പറഞ്ഞാൽ ഒരു 1.5 കൊല്ലമായി നമ്മളൊരു ട്രിപ്പ് പോയിട്ട്. ട്രിപ്പ് ഇൻ ദ സെൻസ് ഇത്തവണ കുറേ കൂടെ എക്സൈറ്റഡ് ആയിട്ടുള്ള ട്രിപ്പാണ്. എൻ്റെ ഫസ്റ്റ് റോഡ് ട്രിപ്പ്, അതും ബൈക്കിൽ. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ബൈക്കിൽ ട്രിപ്പ് പോകണം എന്നുള്ളത്. അറിയില്ല എന്താണെന്ന്, മറ്റേ നീലാകാശം പച്ചക്കടലൊക്കെ കണ്ട് ഭയങ്കര ഇൻസ്പയർഡായിട്ട് നമ്മൾ വിചാരിക്കുമല്ലോ, എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ട്രിപ്പായിരുന്നു. പക്ഷേ സൗദി ഇതിന് മുന്നേ ബൈക്ക് ട്രിപ്പിനൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് സൗദിന് അത്യാവശ്യം ഐഡിയ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലുക്ക് കണ്ടാൽ എനിക്ക് ഏകദേശം മനസ്സിലാവും. ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടേക്കാണ്. സൗദി എല്ലാ സാധനവും പാക്ക് ചെയ്യണം. സൗദി ഇങ്ങനെയല്ല, എക്സൈറ്റഡ് ആണോ? എന്നെയും കൊണ്ട് പോകാനാണോ? അതിന് വലിയ എക്സൈറ്റ്മെൻറ്റ്. ഓക്കെ, സൗദിയുടെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് മൊത്തത്തിൽ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് സൗണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല. ഞാൻ ഫൈനലി പോകാനുള്ള എല്ലാ ലുക്കിലും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് റൈഡുമാണ്. സോ അതിൻ്റേതായ ടെൻഷൻസ് ഉണ്ട്. എന്താണെന്നറിയില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഈ വ്ലോഗിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് സീ. അപ്പം ഞാൻ നമ്മുടെ ഡെസ്റ്റിനേഷൻ പറയാൻ മറന്നുപോയി. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് നമ്മൾ ഈ ബൈക്ക് എടുത്ത്. അവരും കുറച്ചൊരു ബ്രേക്കിന് ശേഷമാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യണേ. സോ നമുക്ക് ഫസ്റ്റ് റൈഡൊന്ന് മൂന്നാർ വരെ പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. മൂന്നാർ പോയി ഒന്ന് കറങ്ങി തിരിച്ചു വരാം. സോ പോകെ ഞങ്ങളുടെ റൈഡ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ സൗകര്യം പോയാലോ? ആദ്യത്തെ ലുക്ക് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല, നീന്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിത് കുറച്ച് മാറ്റി വെച്ചു. വി ആർ റെഡി. വിശന്നിട്ട് കണ്ണ് കത്തിയിരിക്കുവാണോ? ആണോ? നമ്മൾ മൂവാറ്റുപുഴ എത്തി. മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാൻ കരുതി. സൗര്യന് വിശക്കുന്നുണ്ട്. ഞാൻ രാവിലെ ബ്രെഡും ഏത്തപ്പഴവും കഴിച്ചായിരുന്നു. പക്ഷെ അതുകൊണ്ട് പിന്നെ വിശപ്പൊന്നുമില്ല. പിന്നെ സൗര് പറഞ്ഞു ഇനി അവിടെ എത്തണ വരെ നമുക്ക് ഹോട്ടൽസ് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. എത്തിയിരിക്കുകയാണ്. T&U ഹോട്ടൽ. ഇവിടെ വന്നപ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഹണിമൂൺ സൂട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിരുന്നു. അത് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ എൻട്രൻസ് ഒക്കെ നല്ല രസം. തൂക്കുപാലാണ്, തൂക്കുപാലം. ശരിയാ, ഞാൻ റൂം കാണിച്ചു തരാം.
ഉണ്ടായിരുന്നു സൗരു? എനിക്ക് വലിയ പ്രശ്നം തോന്നില്ല. നമ്മുടെ വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിൽ സൗരു കുറച്ച് നിരാശനാണ്. സർവീസ് ചെയ്യുന്നതിന് മുമ്പ് പ്രശ്നങ്ങളില്ലായിരുന്നു. അതെ, സർവീസ് ചെയ്ത് കഴിഞ്ഞ് ആഫ്റ്റർ സർവീസ് അവര് പണി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നില്ല. സൗരു ആരെയാ വിളിച്ചേ? വിളിച്ച പക്ഷെ അവന് കിട്ടിയില്ല. ഇന്ന് അവധിയായിരിക്കും. എന്താ പ്രശ്നം പറ്റി വണ്ടിക്ക്? വണ്ടിക്ക് ഒന്നാമത്തെ കാര്യം നമ്മുടെ മറ്റേ ഗാർഡ് ഉണ്ടായിരുന്നു, ഹാൻഡ് ഗാർഡ്. അത് ഫോൺ വഴി ഊരിപ്പോയി. ഞങ്ങളൊരു വർക്ക്ഷോപ്പിൽ കയറി ടൈറ്റ് ചെയ്തു. ആദ്യം ഞങ്ങൾ കൈവച്ച് സ്ക്രൂ മുറുക്കി, പിന്നെ വർക്ക്ഷോപ്പിൽ ടൈറ്റ് ചെയ്തു. അപ്പൊ ഇന്നലെ ലാസ്റ്റ് ടൈം സർവീസ് കഴിഞ്ഞ് എനിക്ക് കിട്ടിയപ്പോ എനിക്ക് ബാക്ക് ബ്രേക്കിന് ചെറിയ ബാക്ക് ബ്രേക്ക് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. അപ്പൊ ഇന്ന് ഓടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ബാക്ക് ബ്രേക്ക് യൂസ് ചെയ്യുമ്പം ബാക്ക് ബ്രേക്ക് കുറവായതുകൊണ്ട് ABS കിക്കിൻ ചെയ്തിട്ട് ഇങ്ങനെ ടക്ക് 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 തിരിച്ച് പുഷ് ബാക്ക് ഉണ്ടാകും. ബ്രേക്ക് കുറവാണ്. നമുക്ക് AMC പാക്കേജ് ഒക്കെ ഉള്ളതാണ്. സർവീസ് ചാർജ് കുറവായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ ഒന്നോട് സർവീസ് കൊടുക്കുന്നത് നമ്മുടെ അപ്ലിക്കേഷൻ ഒന്നുമില്ല. നമുക്കൊരു ചെറിയൊരു ഡിസപ്പോയിന്റ്മെന്റ്. സൂര്യകാന്തി ഒരു ഗാർഡൻ സിറ്റിയിൽ.
രസമുണ്ട്. ഫോണിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ എത്ര രസമുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനിങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല രസമുണ്ട്. സോ നിങ്ങളേക്ക് അധികം ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഒന്നാമത് ഇവിടെ വേലി ചാടി അകത്ത് കയറി നിൽക്കുക. ഇവിടെ ഒരു ചേട്ടൻ നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ താഴത്തേക്ക് പോകാതിരിക്കാൻ. സോ ഞാൻ കൂടുതൽ താഴത്തേക്ക് പോയ ചേട്ടൻ എന്നെ ഇറക്കി വിടും. അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വേലി ചാടട്ടെ. വേലി ചാടി, ഇതിനാണ് വേലി ചാട്ടം എന്ന് പറയുന്നത്. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വന്ന് കാണണം, ഇത്രയ്ക്ക് രസമുണ്ട്. ക്യാമറയിൽ കാണിച്ചു തന്നെന്നുണ്ട്, പക്ഷെ കുറച്ച് ഇതിൽ കുറച്ച് ലൈറ്റായിട്ടാണ് കാണുന്നത്. പക്ഷേ നേരിട്ട് നല്ല കളർഫുള്ളായിട്ടാണ് ആ ലാവൻഡർ ഫ്ലവേഴ്സ്. എനിക്ക് ഫോട്ടോയിൽ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. നമ്മൾ കുറച്ചും കൂടെ പോയി നോക്കാം. അപ്പോഴേ പറഞ്ഞ തീരത്തോട്ട് ഇറങ്ങണ്ട, വള്ളി കാലം ചുറ്റിയില്ലേ. ഞാൻ വിചാരിച്ചില്ല, സാധാരണ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ തേയിലത്തോട്ടത്തിൽ ഇറങ്ങാറുണ്ടല്ലോ, ഞാൻ ആ പ്രതീക്ഷയിൽ പോയതാ. ഒരു ചേട്ടൻ വന്ന് എന്നെ ഇറക്കി വിടാൻ വന്ന്. സ്വാഭാവികം, നമുക്കറിയില്ലല്ലോ. പക്ഷെ ആ ചേട്ടൻ അത്ര റൂഡായിട്ടൊന്നും പറഞ്ഞില്ല. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പയ്യപ്പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്നത്, കൂടുതൽ താഴത്തേക്ക് ഇറക്കണ്ടെന്നേ പറഞ്ഞോളൂ അല്ലേ. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. സാധാരണ വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ ഇതുപോലെ ഡ്രൈ ആണ്. സീസൺ അല്ലാത്തതുകൊണ്ട് കുറച്ച് പീസാണ്. എന്നാണ് ഇത്ര പീസ്ഫുള്ളായിട്ട് ഞാൻ ആദ്യമായിട്ട്. അല്ലെങ്കിൽ എപ്പോഴും വർഷം അങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് വെച്ചാൽ മറിച്ച ആൾക്കാരെ കുറച്ച് അത്യാവശ്യം നമ്മളെപ്പോലെ ഒരു അവധി കിട്ടി ഇറങ്ങിയ അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഓഫ് റോഡായിരുന്നു. ഞങ്ങളുടെ ലാസ്റ്റ് ടൈം വന്നപ്പം ഇങ്ങനെ താഴത്ത് വരെ പോകാമായിരുന്നു. ഇനി പോകാൻ പറ്റില്ല. പ്രൈവറ്റ് ബോക്സ് പുതിയ വഴി എക്സ്പ്ലോർ ചെയ്യാം. ഒരു ടൗൺ വരെ പോയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. ലാവൻഡർ ഫ്ലവേഴ്സ് കാണണമെന്നേ ഉണ്ടായിരുന്നു. എക്സ്പ്ലോർ ചെയ്യാൻ പോകാൻ വേണ്ടി ഒരു 2018 ഈ റോഡ് വന്നപ്പോൾ ഇതുപോലെ ഒരു വഴി പോയി താഴെ വരെ എത്തി. ഇതാ വഴിയാന്ന് തോന്നുന്നു. ആദ്യം കണ്ടത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി. ആ വെള്ളമൊക്കെ ഉണ്ടല്ലേ, ചെറുതായിട്ടാണോ?
ലുക്ക് വൈസും ഒക്കെ അങ്ങനെയൊക്കെ ഒത്തിട്ടുണ്ട്. മറ്റേ സാധനം പറ സൗകര്യം വീരം കൂടുന്നു പിടിച്ചു നോക്കിയിട്ട്. അതെ, അതത്ര വലിയ ടാഗ് ലൈൻ അതുകൊണ്ടാണ്. നമ്മുടെ മൂന്നാർ ടൗണിൽ തന്നെ ഇതേ സെയിം ഔട്ട്ലെറ്റ് ഉണ്ട് അല്ലേ? അതിൻ്റെ ചെറിയ